വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചത് ചർച്ചയാക്കാൻ BJP. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്നാണ് BJP നിലപാട്. കുട്ടികൾ ഗണഗീതം പാടിയതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പാടിയതെന്നുമാണ് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ആദ്യം വീഡിയോ പിൻവലിച്ച ദക്ഷിണ റെയിൽവേ സാമൂഹിക മാധ്യമങ്ങളിൽ വീണ്ടും അപ്ലോഡ് ചെയ്തതോടെ വിവാദം ചൂടുപിടിക്കുകയാണ്. ഗണഗീത വിവാദത്തെ ന്യായീകരിക്കുകയാണ് BJP കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപി MPയും. ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ല. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും കോൺഗ്രസ് ആദ്യം ഗണഗീതം പാടിയ ശിവകുമാറിനെ തിരുത്തട്ടെ എന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. ഇത് ഞാനൊരു 30 വർഷമായിട്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ലൈനുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ സംഭവം. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ ഒന്നാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും. കുട്ടികൾ ഗണഗീതം പാടിയതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മീഡിയക്കാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കുട്ടികൾ പാടിയതെന്നും ദേശവിരുദ്ധ ഗാനമല്ല കുട്ടികൾ ചൊല്ലിയതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമില് ഏതോ ഒരു ചാനലുകാരെ നമ്മുടെ കുട്ടികളുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അതിനനുസരിച്ച് ആദ്യം കുട്ടികൾ വന്ദേമാതരം ചൊല്ലി. അന്നേരം ഇദ്ദേഹം വീണ്ടും കുട്ടികളോട് പറഞ്ഞെങ്കിൽ നിങ്ങളൊരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞു. ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം കുട്ടികൾ ചൊല്ലിയതാണ് ഈ ദേശഭക്തി ഗാനം. അത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവണം. വളരെ അർത്ഥവത്തായ ദേശീയത തുളുമ്പുന്ന ഒരു ഗാനമാണ്, ദേശഭക്തി ഗാനമാണ് ഇതിൽ ചൊല്ലിയത്. നമുക്കറിയാം ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് ഒരിക്കലും ദേശവിരുദ്ധമല്ലാതെ. ഈവൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പോലും ഇതൊരു മത്സര ഇനമാണത്. കുട്ടികൾ ഗണഗീതം പാടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ നീക്കം. വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. RSS ഗീതം RSS വേദിയിൽ പാടിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെയ്തത് തെറ്റാണ്, കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ല. ശക്തിയായി എതിർക്കുന്നതായും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗണഗീതം ഔദ്യോഗിക പരിപാടിയിൽ DK ശിവകുമാർ പാടിയാലും തെറ്റ് തന്നെയാണെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിന് ആരാണ്, ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്? റെയിൽവേ ആദ്യം അത് Xൽ നിന്ന് മാറ്റി വീണ്ടും Xൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSന്റെ ഗണഗീതം അവർ പാടിക്കോട്ടെ, അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ, ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. നിരോധിത സംഘടനകൾക്കുമേൽ പിടിമുറുക്കി കേന്ദ്ര സർക്കാർ. പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിന് പിന്നാലെ സംഘടനയുടെ പ്രവർത്തകർ പേരുമാറി പുതിയ രൂപത്തിൽ എത്തുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇന്നലെ 67 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഈ കേന്ദ്ര ഏജൻസികൾ നടപടികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടുപ്പിക്കുകയാണല്ലേ? നമുക്കറിയാം പലതരത്തിൽ പല ഘട്ടങ്ങളിൽ ഈ പല സംഘടനകളും നിരോധിക്കപ്പെട്ടതിന് ശേഷവും ആ സംഘടനകൾ ഈ പേരുമാറി സ്ലീപ്പിംഗ് സെല്ലുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഈ പേരുമാറി മറ്റൊരു മുഖംമൂടി ധരിച്ച് ഈ സംഘടനകൾ പ്രവർത്തിക്കാതിരിക്കാൻ, ആ പ്രവർത്തകർ അത്തരത്തിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ആഴത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു വാർത്താക്കുറിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ നിന്ന് ഈ രീതിയിൽ തന്നെ വേണം കാര്യങ്ങൾ കാണാൻ. കാരണം നടപടികൾ കടുപ്പിക്കുകയാണ്. ഈ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. ഇത് തുടർച്ചയായ 2ാം വട്ടമാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. ഇത്തവണ 67 കോടി രൂപയുടെ സ്വത്തുവകകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ നടപടി ഉണ്ടായിരുന്നു. ആകെ 120-ലധികം കോടി രൂപയുടെ സ്വത്തുക്കൾ 2 നടപടികളിലുമായി ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇ ഡിയുടെ പ്രധാനപ്പെട്ടതായ ഒരു കണ്ടുപിടുത്തമെന്ന് പറയുന്നത് സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിയായ കാര്യങ്ങളിലുള്ള അന്വേഷണമാണ്. അതായത് നിരോധിത സംഘടനകൾ, പ്രത്യേകിച്ച് PFI അടക്കം മറ്റ് ഫോർമാറ്റുകൾ പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലാണ്. SDPIയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സും അതോടൊപ്പം തന്നെ ഈ ആശയവും എല്ലാം തന്നെ PFI ആണ് എന്ന രീതിയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പല രീതിയിലും ഇവർ ധനം സമാഹരണം നടത്തുന്നുണ്ട്. അത് വിദേശത്തു നിന്ന് സംഭാവനകളായും അടക്കം സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു പ്രവർത്തനത്തിലൊന്നും ഇത്തരം ഈ ഫണ്ടുകളുടെ ശേഖരണം, അതിൻ്റെ വിനിയോഗമൊന്നും തന്നെ കാണുന്നുമില്ല. ഇത് സംബന്ധിയായ കൂടുതൽ അന്വേഷണത്തിലാണ് ഇത്തരം സ്വത്തുക്കൾ പലതും കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലുള്ള ധനസമാഹരണത്തിലൂടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു തുടർ നടപടി എന്ന രീതിയിൽ ഏതാണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി 8ഓളം വസ്തുവകകളടക്കം മരവിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തുടർ നടപടി എന്ന രീതിയിൽ PMLA കോടതിയിലടക്കം ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും ഇത്തരം നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിരോധിത സംഘടനകൾ പല പേരുകളിലായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഇത് രാജ്യവിരുദ്ധ കാര്യങ്ങളാണ് ഇവർ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. പലയിടത്തും തന്നെ വാങ്ങിയിട്ടുള്ള സ്വത്തുക്കളിലടക്കം ഈ ഫിസിക്കൽ ട്രെയിനിങ് എന്ന രീതിയിൽ തന്നെ പലയിടത്തും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഈ വാങ്ങിച്ച വസ്തുക്കളിലൂടെ തന്നെയാണ് ഇത്തരം ട്രെയിനിങ് കേന്ദ്രങ്ങളടക്കം പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ദേശവിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഈ പണം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിക്കൊണ്ട് നടപടികൾ കടുപ്പിക്കാനായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കം തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ 2ാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കൂടുതൽ സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുന്നത്. PMLA കോടതിയിലടക്കം ഇതിൻ്റെ ഒരു തുടർ നടപടികളടക്കം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് തികച്ചും രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികൾ മാത്രമാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന വാദവുമായിട്ട് SDPIയും രംഗത്ത് വന്നിട്ടുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.